വൻ സാധനം, ഒരു രക്ഷയില്ല. ടോപ്പ് നോച്ച് ഐറ്റം, ഒരു രക്ഷയില്ല. നമ്മൾ ഇന്ത്യയുടെ ഒരു ഓസ്കർ എൻട്രി ആയിട്ട് വിടേണ്ട ഒരു പക്ക ഇതാണ്. ഹോണ്ടിങ് എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ഈ ഇൻസിഡൻസ് ഒക്കെ കണ്ടുപോലത്തെ ഒരു ഫീലാണ് സിനിമ കാണാൻ. ലാസ്റ്റത്തെ ഒരു 3 മിനിറ്റ് എല്ലാവരും കരയും. ഈക്കോക്ക് ശേഷം ഇതായിരിക്കും ബെസ്റ്റ് ക്ലൈമാക്സ് എന്ന് തോന്നുന്നത്. ബാലൻ ഒരു തേങ്ങ അതിനകത്തില്ല എന്നുള്ളതിന് വളരെ ജെന്യൂൻ ആയിട്ട് പറയാം. യെസ്, അപ്പോൾ ഇന്നത്തെ സിനിമ ഫ്രം ദ ഡയറക്ടർ ഓഫ് ജാനേമൻ ആൻഡ് മഞ്ഞുമൽ ബോയ്സ്, ചിദംബരത്തിൻ്റെ മിസ്റ്ററി ത്രില്ലർ മൂവി ബാലൻ. അപ്പോൾ ഫ്രം ദ ഡയറക്ടർ ഓഫ് ആവേശം ജിത്തു മാധവൻ്റെ സ്റ്റോറിയാണ്. സുഷിൻ ഷാ മ്യൂസിക്കിലാണ്. 2 പുതുമുഖങ്ങൾ മെയിൻ റോൾസിൽ എത്തുന്ന പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ എന്തായാലും ബാലൻ കണ്ടവർ നിങ്ങളുടെ റിവ്യൂസ് ഒക്കെ കമൻറ്റ് ചെയ്തേക്കുക. ബാലൻ കാണാൻ പോകുന്നവർ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്തു. അപ്പോൾ നേരെ ബാലൻ റിവ്യൂ. അടിപൊളി സിനിമ, ഒരു പീക്ക് സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ്. ഞാൻ ആ ഒറ്റ പോസ്റ്ററിലാണ് ഞാൻ ലീവാക്കിയിട്ട് വന്നത്. ഞാൻ ചിദംബരത്തിൻ്റെ സിനിമയാണെന്നറിയാം, എന്നാലും ഞാൻ രാത്രിത്തെ ഷോയ്ക്ക് വരാമെന്ന് വിചാരിച്ചു. ആ പോസ്റ്റർ ഭയങ്കര ഹോണ്ടിങ് ആയിരുന്നു. ആ ഒറ്റ പോസ്റ്ററിൽ ആദ്യത്തെ ഷോ തന്നെ കാണണം എന്ന് തീരുമാനിച്ചു. സിനിമ ഭയങ്കര ഫ്രഷ് സബ്ജക്റ്റാണ്. ഈ ഫിലിം ഫെസ്റ്റിവലിലൊക്കെ ഇത്ര റെക്കഗ്നിഷൻ കിട്ടാനുള്ള റീസൺ തന്നെ ആ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത്രയ്ക്ക് ഫ്രഷ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. എക്സ്പീരിയൻസ് ആണ് കണ്ടിറങ്ങുമ്പോൾ. നല്ലൊരു ഹോണ്ടിങ് എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ഈ ഇൻസിഡൻസ് ഒക്കെ കണ്ടുപോലത്തെ ഒരു ഫീലാണ് സിനിമ കാണുമ്പോൾ. മ്യൂസിക് എല്ലാം ബാക്ക്ഗ്രൗണ്ട് ക്രൂ എല്ലാം മൊത്തത്തിൽ അടിപൊളിയാണ്. സിനിമാറ്റോഗ്രാഫി അടിപൊളിയാണ്. കറക്റ്റ് മ്യൂസിക്കാണ്. ടൊവിനോ ട്രെയിലറിൽ എല്ലാവരും കണ്ടതാണ്. ടൊവിനോ നല്ല രീതിയിൽ ഒരു എക്സ്റ്റൻഡഡ് ക്യാമിയോ എന്ന് തന്നെ പറയാം, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ നല്ലൊരു സിനിമയാണ്. കൊമേഴ്ഷ്യൽ വാല്യൂ മാത്രമാണ് എനിക്ക് ചെറിയൊരു ഡൗട്ട്. കാരണം ക്രൗഡ്, ഒരു മൂവി എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർ വരും, കുറച്ച് പുതിയ പിള്ളേരൊക്കെ വരും. പക്ഷേ വലിയൊരു ക്രൗഡിനെ കൊണ്ടുവരാനുള്ള ഒരു എക്സ്പെരിമെന്റലാണ്. കൊമേഴ്ഷ്യൽ എലിമെന്റ് കുറച്ച് കുറവാണ്. നല്ല രീതിയിൽ ആൾക്കാർ വരാനുള്ള സാധ്യത കുറച്ച്. ഇമോഷണലി ഹുക്കുണ്ട്. അടിപൊളിയാണ്. കിടിലം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പറയേണ്ടത് ജിത്തു മാധവൻ്റെ സ്ക്രിപ്റ്റും ചിദംബരത്തിൻ്റെ സംവിധാനവും. കാരണം നമ്മൾ ട്രെയിലർ കണ്ട് നമുക്കൊരു നല്ല സിനിമ കാണാൻ പറ്റുന്നുള്ളൊരു ഫീൽ ഉണ്ടല്ലോ, അത് സിനിമയിൽ ഉടനീളമുണ്ട്. പ്രത്യേകിച്ച് ഫർസാനയുടെ പെർഫോമൻസ്, ആ പയ്യനായിട്ടുള്ള 2 പേര് ഫ്രഷ്നെസ് ആണ്, നല്ല ഫ്രഷ്നെസ് ആണ്. പിന്നെ കിടിലം മേക്കിംഗ് ആണ്. പിന്നെ തിയേറ്റർ എഫക്റ്റിൽ ഷൈജു ഖാലിദിൻ്റെ ക്യാമറ, സുഷിൻ്റെ BGM, ഭയങ്കര ടെക്നിക്കൽ ക്വാളിറ്റിയാണ്. സിനിമ മൊത്തം കണ്ടിറങ്ങുമ്പോഴേ നമുക്കൊരു മികച്ച സിനിമ കണ്ട ഫീൽ. ഇപ്പം മഞ്ഞുമൽ ബോയ്സ് ചിദംബരം കിടിലമായിട്ട് എടുത്തിട്ടുണ്ടല്ലോ, അതിനുശേഷമുള്ള ഒരു കിടില സിനിമ. കമേഴ്ഷ്യൽ ആസ്പെക്റ്റ് ഒന്നും നോക്കരുത്, കാരണം സ്ലോ പേസ് ആണ് പടം. സിനി ഫാൻസിന് മാത്രമല്ല, ഒരു നോർമൽ ഓഡിയൻസിനും ഒരു ഗുഡ് സിനിമ. അതായത് നമുക്ക് പണ്ടൊക്കെ ഒരുപാട് നല്ല സിനിമകൾ തന്നിട്ടുണ്ട് മലയാള സിനിമ. അപ്പം മലയാള സിനിമയിൽ നിന്ന് ഈ സിനിമയെ എടുത്ത് പറയാവുന്ന ഒരു മികച്ച പ്ലോട്ട്, അത് എക്സിക്യൂട്ട് ചെയ്ത രീതി, ടെക്നിക്കൽ ക്വാളിറ്റിയിൽ ഇപ്പം ഈ പടത്തിന് കുറവൊന്നും പറയാൻ ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. സ്ലോ പേസ് എനിക്കൊരു നല്ല സിനിമ കണ്ട ഒരു ഫീൽ ഉണ്ട്. അത് പ്രത്യേകിച്ച് ടെക്നിക്കൽ ക്വാളിറ്റിയിൽ ഇത്രയും കിടിലമായിട്ട് ഈ സ്ക്രിപ്റ്റിൻ്റെ ഒക്കെ ഒരു മികവുണ്ട്. ഭയങ്കര ലെയറിംഗ് ഉള്ളൊരു സിനിമയാണ്. സസ്പെൻസ് പരിപാടിയൊക്കെയാണ്. അൺഎക്സ്പെക്ടഡ് എന്ന് പറയാൻ പറ്റില്ലല്ലോ. നമുക്ക് ജിത്തു മാധവനും ചിദംബരം വരുമ്പോൾ എക്സ്പെക്ട് ചെയ്യാം നമുക്ക് അതിൻ്റെ ഉള്ള ഇന്റർനാഷണൽ ലെവൽ, എസ്പെഷ്യലി ഷൈജു ഖാലിദ്. പക്ഷേ ഇതുവരെയുള്ള സിനിമകളിൽ നിന്ന് കൊമേഴ്ഷ്യൽ പരിപാടിയൊക്കെ മാറ്റി വെച്ചൊരു ഇമോഷണൽ ടച്ച് ഉള്ള പടമാണ്. പക്ഷേ നമുക്കിപ്പോൾ പറയുമ്പോൾ കൊമേഴ്ഷ്യൽ നമുക്ക് മലയാള സിനിമയിലേ നടക്കുകയുള്ളൂ. ബിക്കോസ് മഞ്ഞുമേൽ ആവേശം പോലെ ഇത്രയും ബിഗ് സക്സസ് കിട്ടിയ 2 ആൾക്കാർ നമ്മൾ വേറെ ഇൻഡസ്ട്രിയിൽ നോക്കി കഴിഞ്ഞാൽ അവർ ബിഗ് സ്റ്റാറിന് വെച്ചേ എടുക്കുകയുള്ളൂ. പക്ഷേ ഇതൊരു അമ്മയുടെ മോൻ്റെ കഥ വെച്ചിട്ടാണ് അവർ അടുത്തൊരു കൊളാബറേഷനിൽ ഇറങ്ങിയിരിക്കുന്നത്. ആൻഡ് ദേ ഹാവ് ഡൺ ഇറ്റ് ബ്രില്യൻലി. സോ താങ്ക് യു. ബാലൻ ഒരു തേങ്ങ അതിനകത്തില്ല എന്നുള്ളതിന് വളരെ ജെന്യൂൻ ആയിട്ട് പറയാം. കാരണം ഒരു ഫിലിം ഫെസ്റ്റിവലിനൊക്കെ അനുയോജ്യമായിട്ടുള്ള ഒരു തീമാണ്, എലമെന്റാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഫസ്റ്റ് ഹാഫ് കുറച്ചൊക്കെ ലെവലിൽ കൊണ്ടുവന്നു. മാത്രം ഇഷ്ടപ്പെടുകയാണോ? അല്ല, ഒരിക്കലുമില്ല, അങ്ങനെയൊന്നുമില്ല. കാരണം എന്താ, നല്ലതിനെ നമുക്ക് ഇപ്പം ഞാൻ ചോദിക്കട്ടെ, എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നോക്കുകയാണെങ്കിൽ സെക്കൻഡ് ഹാഫിൽ ഒരു 3/4 മണിക്കൂർ തിയേറ്റർ മൊത്തവും ഒരു ലാഗായിരുന്നു, പക്ക ലാഗായിരുന്നു. ഫോഴ്സ്ഡ് ഇമോഷൻ ആണോ? തീർച്ചയായും ഇമോഷണൽ ഫോഴ്സ് അല്ല. കാരണം സെക്കൻഡ് ഹാഫിൽ എവിടെയൊക്കെ എങ്ങനെ കൊണ്ട് കണക്ഷൻ വരുന്നില്ല. ഫസ്റ്റ് ഹാഫിൽ നമ്മളിപ്പോൾ ഒരു യാത്ര പോവുകയാണ്, മിഡിൽ നിന്നുകൊണ്ട് അവിടെ നിന്ന് തുടങ്ങും. നോർമൽ ഓഡിയൻസിന് കണക്ട് ആവില്ല. ഡെഫിനറ്റ്ലി 100% നോർമൽ ഓഡിയൻസിന് കണക്ട് ആവില്ല. ബട്ട് ഒരു അവാർഡ് വിന്നിംഗ് മൂവ്മെന്റ്സ് പോലുള്ള മേഖലയിലൊക്കെ ഇത് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ട് വരാം. കൊമേഴ്ഷ്യൽ സക്സസ് ആവില്ല, നെവർ എവർ ഷുവർ. നമുക്ക് കാണാം, കാരണം അറിയാവോ, പക്ക ലാഗ് സെക്കൻഡ് ഹാഫിൽ. ഫസ്റ്റ് ഹാഫിൽ ഒരു ലെവലിൽ പോകുന്നുണ്ട്. പക്ഷേ ക്ലൈമാക്സ് ആ ട്വിസ്റ്റ് ഇഷ്ടപ്പെട്ടു. പക്ഷേ ആ ട്വിസ്റ്റിന് വേണ്ടി മാത്രം ആരും ഈ തിയേറ്ററിലേക്ക് വന്ന് കാണുമെന്ന് തോന്നുന്നില്ല. ഓക്കെ, എനിവേ ലാഗും നോർമൽ ഓഡിയൻസ് ഏറ്റെടുത്ത് വെച്ചാൽ അവർക്ക് ഈ സീരിയൽ പോലത്തെ പടങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടായിരിക്കാം. ഈ പടം സത്യം പറഞ്ഞാൽ ട്രെയിലർ കണ്ട് മനസ്സിലായവർക്ക് അറിയാൻ പറ്റും എന്താണ് അവസ്ഥ. ഫസ്റ്റ് ഹാഫ് നീറ്റ് ഫസ്റ്റ് ഹാഫാണ്. സെക്കൻഡ് ഹാഫ് വന്നപ്പോഴത്തേക്ക് ഒരു ലെവലിൽ പൊക്കോണ്ടിരുന്ന് ടോവിനോ എൻട്രിയോടെ പടം കയറി ഹൈ ആയി. ഒരു ഇമോഷണൽ കണക്ഷൻ കാര്യങ്ങളിലേക്ക് ക്ലൈമാക്സിനാണ് ഈ പടത്തിൻ്റെ ജീവൻ. ക്ലൈമാക്സിലെന്നുണ്ടെങ്കിൽ ഈ പടം വീണ് ഒരു ഈക്കോ ആ ടൈപ്പിലാണ് പടം ക്ലൈമാക്സ് കൊണ്ട് നിർത്തിയിരിക്കുന്നത്. 100% തിയേറ്ററിൽ കാണുമ്പോഴത്തേക്കും ഇഷ്ടപ്പെടാതിരിക്കില്ല. പടം പക്ക ഹോണ്ടിങ് ആണ്. അതായത് ഒരു അമ്മ മകൻ ബന്ധമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു എക്സ്പെരിമെന്റൽ മോഡ് പോലെ തന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷെ റൈറ്റിംഗ് ഒക്കെ ഒരു രക്ഷയില്ല ജിത്തു മാധവന്റെ.
സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട്. എല്ലാവരും കാണിച്ചാൽ പക്ഷേ ചിലർക്കൊന്നും ഇഷ്ടപ്പെടാൻ സാധ്യത. കാരണം വെച്ചാൽ സീരിയൽ ടൈപ്പ് പടങ്ങൾ കാണുന്നവർക്ക് ഇതുപോലത്തെ ഇന്റർനാഷണൽ സ്റ്റഫ് ഒന്നും മനസ്സിലാവില്ല. അതാണ് സംഭവം. അല്ലാതെ ക്ലൈമാക്സ് സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ പടം പോസിറ്റീവ് പറയത്തുള്ളൂ. ഇല്ല അതുകൊണ്ട് ആവറേജേ പറയുള്ളൂ. സെക്കൻഡ് ഹാഫ് എനിക്ക് ആവറേജ് ആയിട്ട് എന്നെ ഫീൽ ചെയ്ത് വന്നത്. പക്ഷേ ക്ലൈമാക്സിനോട് പിന്നെ പടം തൂക്കി. ഈക്കോക്ക് ശേഷം ഇതായിരിക്കും ബെസ്റ്റ് ക്ലൈമാക്സ് എന്ന് തോന്നുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ സിനിമകൾ ഒരു ട്രെയിലർ ഇറക്കി വിടില്ല. ട്രെയിലറിൽ തന്നെ നമുക്ക് ഏകദേശം ഒരു എസൻസ് നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ എനിക്ക് ഫസ്റ്റ് ഹാഫ് ഒരു തരത്തിൽ, കാരണം നമുക്ക് ഫസ്റ്റ് ഹാഫിൽ മൊത്തം ആ ട്രെയിലറിനകത്ത് കിടപ്പുണ്ട്, ട്രെയിലർ കട്ടിനകത്ത് കിടപ്പുള്ള എല്ലാം ഉണ്ട്. തുടക്കത്തിലെ തന്നെ ക്യാരക്ടറൈസേഷൻ എന്താണെന്ന് പ്രഡിക്റ്റബിൾ ആണ്. ക്യാരക്ടറൈസേഷൻ എന്താണെന്ന് വ്യക്തമായിട്ടൊരു എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്ത് കാണിച്ചു കഴിഞ്ഞാലും പ്രേക്ഷകൻ വിചാരിക്കും ക്ലൈമാക്സ് ഇങ്ങനെ വരും, എന്തൊക്കെ മലമറിച്ച ടിസ്റ്റുകളുണ്ടെന്നാൽ ഇങ്ങനെ ഉള്ളൂ. അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ ഇത് എങ്ങനെ കൊണ്ട് എത്തിക്കുന്നു എന്നുള്ളൊരു ഇതാണ്. പിന്നെ ഈ സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർക്ക് വ്യക്തിപരമായിട്ടുള്ള ചോയ്സ് ആണല്ലോ. ഇമോഷണലി ഭയങ്കര കണക്ട് ആവുന്ന ആ ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു സെൻറ്റിമെൻറ്റ് സീനൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് ഭയങ്കരമായിട്ട് അത് ഒരു കണക്ട് ആവും. പക്ഷേ അല്ലാത്തവർക്ക് ഒരു ജസ്റ്റ് ഒരു യൂഷ്വൽ ഒരു സംഭവം ഇതായിട്ട് സർപ്രൈസിങ് ക്ലൈമാക്സ് ഉണ്ട്. സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു ക്ലൈമാക്സ് ഉണ്ട്. അത് ചിലപ്പോൾ പലർക്കും ഈ സിനിമ കാണുന്നവർക്കാണെങ്കിലും ചിന്തിച്ചു കഴിഞ്ഞാൽ കണക്ട് ചെയ്യാൻ പറ്റും. അല്ല അങ്ങനെയല്ല, ഇത് കുറെ ഇങ്ങനെ വലിച്ചു നീട്ടുന്നുണ്ട് ഇടയ്ക്ക്. പിന്നെ ഇതൊക്കെ ഒരു സിനിമ അൾട്ടിമേറ്റ്ലി ഒരു സംവിധായകന്റെ കയ്യൊപ്പാണ്. അദ്ദേഹത്തിന് എങ്ങനെ കാണിക്കണമെന്ന് ഇതാണ്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ആ ഒരു ക്ലൈമാക്സ് എങ്ങനെയാണെന്ന് ഇങ്ങനെ വരും എന്നുള്ള ഒരു സംഭവം നമുക്ക് ആദ്യമേ കിട്ടുന്നുണ്ട്. പക്ഷേ അതെങ്ങനെ കൊണ്ട് എത്തിക്കുന്നു എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ വരുന്ന ആ ഒരു ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വർക്ക് ആവുന്നുണ്ട് തിയേറ്ററിൽ. നല്ലൊരു എക്സ്പീരിയൻസ് എന്നൊരു പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം രണ്ടും ഇപ്പോൾ ജാനേമൻ ആണെങ്കിലും നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് ആണെങ്കിലും അതിനെക്കാട്ടി ഒരു വെറൈറ്റി ആയിട്ട് എക്സ്പീരിയൻസ് തന്നെയാണ് കണ്ടിറങ്ങുമ്പോൾ. ഇതിൽ സംഭവം എന്ന് പറഞ്ഞാൽ ട്രെയിലർ കണ്ട അതുമല്ല, ഇതൊരു അമ്മയും മകനും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. അതിൻ്റെ ഒരു ബോണ്ട് അവസാനം വരെ നിലനിർത്തിയിട്ടുണ്ട്. അതാണ് ഈ പടത്തിന്റെ ഹൈലൈറ്റ്. പിന്നെ എല്ലാവരുടെ പെർഫോമൻസ് ഭയങ്കര സക്സസിനുള്ള ഇത് തിയേറ്റർ സക്സസ് ആവണം ഇങ്ങനത്തെ പടങ്ങൾ. പക്ഷേ കുറച്ച് പേര് കണ്ട് ഇറങ്ങി വന്നപ്പോൾ ഭയങ്കര ഇതായിട്ട് പറയുന്നു, സ്ലോ പേസ് ആണ്, ചിലപ്പോൾ കാണാൻ താല്പര്യക്കുറവുണ്ട് എന്നൊക്കെ. പക്ഷേ ഇത് നമുക്ക് തിയേറ്ററിൽ കണ്ടാലേ അതിന്റെ കാര്യങ്ങൾ മനസ്സിലാവത്തുള്ളൂ. സാറ്റിസ്ഫൈഡ് ആണ്. വൻ സാധനം, ഒരു രക്ഷയില്ല. ടോപ്പ് നോച്ച് ഐറ്റം, ഒരു രക്ഷയില്ല. നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറേ സാധനങ്ങളുണ്ട്, പ്രതീക്ഷിക്കാത്തൊരു രോമയൊക്കെ ഉണ്ട്. മിസ്റ്ററി ത്രില്ലർ, അതിൽ നിന്ന് മുകളിൽ ഒരു എക്സ്പീരിയൻസ്. അതെ, തീർച്ചയായിട്ടും. അവരാ ബിൽഡ് ചെയ്ത് വെച്ചേക്കുന്ന സാധനമില്ലേ, അത് ടോപ്പ് നോച്ചായിട്ട് കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. നമുക്ക് ഇതുവരെ മലയാളത്തിൽ കാണാത്തൊരു സിനിമ. അതെ, ആ ഒരു സംഭവം നമ്മൾ ഫുള്ളിൽ കറങ്ങിയെടുത്ത് നോക്കുമ്പോഴേ. സ്പോയിലർ പറയാതെ എന്തെങ്കിലും പറയാൻ? സ്പോയിലർ പറയാതെ പറയുവാണെങ്കിൽ അവരെ ഉദ്ദേശിച്ച സാധനം നമ്മൾ ഫുള്ളി കറങ്ങിയടിച്ച് ഒന്ന് ചിന്തിച്ച് നോക്കുമ്പം വൻ സാധനമാണ്. ഓക്കെ, കൊള്ളായിരുന്നു. ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം നല്ലതായിരുന്നു. സെക്കൻഡ് ഹാഫിൽ കുറച്ച് സമയം ലാഗ് ഉണ്ടായിരുന്നെങ്കിലും ക്ലൈമാക്സ് നമ്മളൊരു കൊമേഴ്ഷ്യൽ പരിപാടി ഒന്നും അല്ല, ഒരു എക്സ്പെരിമെന്റൽ മൂഡിൽ തന്നെയാണ്. അതെ, കൊമേഴ്ഷ്യൽ പരിപാടിയല്ല. ഒരു എങ്ങനെയാണ് മൂഡ് പിടിച്ച് ചെയ്ത പടമാണ്. അല്ലാതെ നമുക്ക് വലിയ ഹിറ്റ് അടിക്കും എന്ന് തോന്നുന്നില്ല, അറിയില്ല. നോക്കാം. കണ്ടിറങ്ങുമ്പോൾ ഒരു എക്സ്പീരിയൻസ്. ക്ലൈമാക്സ് പൊളിച്ചു. ഓക്കെ, ടോപ്പ് നോച്ച് എന്ന് പറയാം. എന്ന് വെച്ചാൽ ഷൈജു ഖാലിദ്, സുഷീൻ ശ്യാം പ്ലസ് ചിദംബരം, ജിത്തു മാധവൻ, ഇവരുടെ ഫുൾ പൊട്ടൻഷ്യൽ സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. സിനിമ എന്ന് വെച്ചാൽ സർവൈവൽ ഡ്രാമയാണ്. ഇത് ഒരിക്കലും ത്രില്ലർ പ്രതീക്ഷിച്ച് വരരുത്. സിനിമയോട് എനിക്കിതിൽ സത്യമായിട്ട് ഓർമ്മ വന്നത് MTയുടെ കടവ് എന്നൊരു സിനിമ ഉണ്ട്. ഈ സെക്കൻഡ് ഹാഫ് വന്നപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു സാമ്യത പോലെയൊക്കെ ചെറുതായിട്ട് തോന്നി. പക്ഷേ ഇതൊരു ഫുള്ള് ഫിലിം ഫെസ്റ്റിവലിലൊക്കെ, ഒരുപാട് വേൾഡ് ഫിലിം ഫെസ്റ്റിവലിലൊക്കെ എത്തിക്കേണ്ട ഒരു സിനിമ തന്നെയാണ്. പിന്നെ ഒരു ഇന്ത്യയുടെ ഒരു ഓസ്കർ എൻട്രി ആയിട്ട് വിടേണ്ട ഒരു പക്ക ഇതാണ് വിടേണ്ടത്. അല്ലാതെ ദുരന്തർ പോലത്തെ കുറേ സിനിമകളല്ല വിടേണ്ട. ഇതുപോലത്തെ സിനിമ പോയാൽ എന്തെങ്കിലുമൊക്കെ ചാൻസ് ഉള്ളതാണ്. എന്ന് വെച്ചാൽ മാതൃത്വത്തിൻ്റെ ഒരു അമ്മ മകൻ റിലേഷൻഷിപ്പിൻ്റെ ഏറ്റവും മാഗ്നറ്റിസം അതിൻ്റെ ഒരു ടോപ്പ് ലെവലിൽ കൊണ്ടുവന്നൊരു സിനിമയാണ്. പെർഫോമൻസ് വൈസാലും കിടിലം. പ്രതീക്ഷിച്ച് വരുന്നവർക്ക് ഭയങ്കര ത്രില്ലറാണ്, ടച്ചിങ് ആണ്, എല്ലാം ആണ്. ബിക്കോസ് ലാസ്റ്റത്തെ ഒരു 3 മിനിറ്റ് എല്ലാവരും കരയെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ അമ്മയുടെ വീഡിയോ എടുത്തിട്ടുണ്ട്. അമ്മ ഇന്ന് ഒരാൾ എൻ്റെ ഒരു ഫ്രണ്ട് വരാനിരുന്നതാ. അവളപ്പോൾ ലാസ്റ്റ് മിനിറ്റ് ക്യാൻസൽ ചെയ്ത് അമ്മേനെ കൂട്ടി വന്നു. അമ്മ ഫസ്റ്റ് അവളെ വിളിച്ചെടുത്തി വരാത്തതിന് താങ്ക് യു പറഞ്ഞു. ബിക്കോസ് എനിക്ക് എങ്ങനെ പറയണമെന്ന് അറിഞ്ഞൂടാ. അടിപൊളിയാ, താങ്ക് യു ബ്രോ. ഒരു സ്റ്റാർട്ടിങ് മുതലൊരു മിസ്റ്ററി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അറ്റ് ദ എൻഡ് വരെ കീപ്പ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട്. എൻ്റെ നല്ലൊരു ടിസ്റ്റും ഉണ്ടായിരുന്നു. എല്ലാവരും എക്സ്പെരിമെന്റൽ, ഒരു ആർട്ട് ഫിലിം മൂഡൊക്കെ പ്രതീക്ഷ. മീൻസ് ഒരു ഒരു ക്ലാസിക് പടമാണ്. നമ്മൾ കുറച്ചിരുന്നൊന്ന് കാണണം, അത്രയോടെ. അല്ല ഭയങ്കര കൊമേഴ്ഷ്യൽ സ്റ്റെപ്സും കാര്യങ്ങളൊന്നും അങ്ങനെ ഒരു ഫോണ്ടിങ് എക്സ്പീരിയൻസ്. ലാസ്റ്റ് കുറച്ച് ടെസ്റ്റ് ഒരു ഇത് വർക്കായിട്ടുണ്ട്. എനിക്ക് വർക്കായിട്ടുണ്ട്, അത്യാവശ്യം എല്ലാവർക്കും വർക്കായിട്ടുണ്ട്. തിയേറ്ററിൽ നല്ല റെസ്പോൺസ് ഒക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം. നല്ല പടം തന്നെയാണ്. അത്യാവശ്യം മെയിനായിട്ട് പറയേണ്ട ഇമോഷണൽ കോറായിട്ടുള്ള അമ്മയുടെ മകൻ്റെ പല സ്റ്റോറീസാണ് അതിനകത്ത് കൂടെ പോകുന്നതാണ്. അത് ഇമോഷണലി ആണ് കൂടുതലായിട്ട് വർക്കാവുന്നത്. പിന്നെ കുറച്ച് ട്വിസ്റ്റ് ആൻഡ് ടേണും ഹോണ്ടിങ് എക്സ്പീരിയൻസ് ആണ്. കുറച്ച് ഇൻ്റർവെൽ പോർഷനും അതുപോലെ തന്നെ ക്ലൈമാക്സ് പോർഷനിലൊക്കെ കുറച്ച് ഒരു ത്രില്ലർ മോഡും അങ്ങനത്തെ പരിപാടിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതുവരെ കാണാത്ത ഒരു സിനിമ എന്ന് പറയാൻ ഇതുപോലെ
ഐഡിയാസ് ഒക്കെ നമ്മൾ വേറെ കണ്ടിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും കൊള്ളാം, അത്യാവശ്യം നല്ല മ്യൂസിക്കും കാര്യങ്ങളൊക്കെയാണ്. സുഷിൻ്റെ മ്യൂസിക് ആ ടീം ആദ്യമായിട്ടാണ് എനിക്ക് ക്രൂ നോക്കിയിട്ട് തിയേറ്റർ വാച്ചിനുണ്ട്. പിന്നെ എടുത്തു വരേണ്ട ടോവിനോടത് അത് കറക്റ്റ് ആയിരുന്നു. കാരണം ഒരു ആക്ടർ വലിയൊരു സെലിബ്രിറ്റിയോ അങ്ങനെ ഒരു അല്ല, ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ആക്ടർ, ഉള്ളിലെ ആക്ടറിനെയാണ് നമ്മൾ കാണുന്നത്. അത്യാവശ്യം കൊള്ളാം. അമ്മ മകൻ ആ ഒരു കോമ്പിനേഷൻ സത്യം പറഞ്ഞ ഡയലോഗിന്റെ ആവശ്യമില്ല. സിനിമാറ്റോഗ്രാഫി തന്നെ മനസ്സിലാവും എന്താണ്. അയ്യോ രക്ഷയില്ല. ഞാൻ ഇതുവരെ അതിൽ നിന്ന് വിട്ടിട്ടില്ല. ഞാൻ അവിടെ തന്നെ അങ്ങനെ ഇരുന്നു. ഭയങ്കരമായിട്ട് എന്താ പറയാ, നമ്മൾ കരയിപ്പിച്ച് ഫിലിം ലിറ്ററലി സൂപ്പർ.